ജോർദാനിലും റിയാദിലും ഇറാഖിലും സ്ഫോടനം നടന്നത് സ്ഥിരീകരിച്ചു. ഇറാഖിൽ നടന്ന സ്ഫോടനത്തിൽ 2 സൈനികർ കൊല്ലപ്പെട്ടതായിരിക്കുന്ന വിവരം വന്നു. ഇത് അമേരിക്കയുടെ സൈനികരാണോ ഇനി ഇറാഖിൻ്റെ സൈനികരാണോ എന്നതിനെക്കുറിച്ചുള്ള സ്ഥിരീകരണമൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. സൗദിയുടെ വിദേശകാര്യ മന്ത്രാലയം ആക്രമണത്തെ ശക്തമായ രീതിയിൽ അപലപിച്ചു. ഇസ്രായേൽ അമേരിക്കയെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുകയാണ് എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വരുന്നു. ഇതിൻ്റെ തുടർച്ചയായ രീതിയിൽ ഇറാൻ്റെ നേവി UAE, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, ജോർദാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇറാനികളായിരിക്കുന്ന ആളുകൾ പിന്മാറി രാജ്യത്തേക്ക് തിരിച്ചു വരണം എന്നുള്ള ആഹ്വാനം ചെയ്തു. അതിൻ്റെ പിറകെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഇറാൻ തങ്ങളുടെ പൗരന്മാരെ ഈ മേഖലയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. അതെന്തിരെന്നാൽ മേഖല സ്ഫോടനത്തിൻ്റെ വക്കിലാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇറാൻ്റെ നേവി ഔദ്യോഗികമായി അവർ ട്വിറ്ററിൽ കുറിക്കുകയും ചെയ്തു. എന്നിട്ട് അവർ പറയുന്നത് രാജ്യത്ത് നിന്ന് വളരെ പെട്ടെന്ന് എന്ന് വെച്ചാൽ യുദ്ധം അത്ര പെട്ടെന്നൊന്നും അവസാനിക്കില്ല, ലക്ഷ്യം കാണുന്നവരെ യുദ്ധം തുടരും എന്ന് ഇറാൻ പറയാതെ പറയുകയാണ്. ജെറുസലേം, റാമല്ല, ഈ തെല്ലവീവ് മേഖലകൾ, അത് ജെറുസലേം, തെല്ലവീവ് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖലകളിൽ ശക്തമായിരിക്കുന്ന സ്ഫോടനം നടക്കുകയും ചിലയിടത്ത് തീപിടുത്തം ഉണ്ടാവുകയും ചെയ്ത റിപ്പോർട്ട് വന്നു. റാമല്ലയുടെ മേഖലയിലും സ്ഫോടനം നടന്നിട്ടുണ്ട് എന്നാണ്. റാമല്ല എന്ന് പറയുന്നത് ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവിടെ ഏത് തരത്തിലാണ് ഈ ആക്രമണം നടന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നുമില്ല. എന്നാൽ ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് റാമല്ലയിലുള്ള സൈനിക ബേസിലെയാണ് ആക്രമണം നടന്നത് എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ലക്ഷ്യം അപ്പാടെ പാളിരിക്കുന്നു. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ലക്ഷ്യം വെച്ചത്, അല്ലെ അമേരിക്ക ലക്ഷ്യം വെച്ചത് ഈ ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനെയും അതിൻ്റെ സുപ്രീം ലീഡർ അയക്കുന്ന ആയത്തുള്ള അലി ഖംനായിയുമായിരുന്നു. അവരെ കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ട് കൊലപ്പെടുത്തുക എന്നുള്ളതും അതിനുശേഷം അവിടെ റിജീം ചേഞ്ച് എന്നാണ് പറയുന്നത്, ട്വിറ്ററിലൊക്കെ അങ്ങനെയാണ് കാണാൻ പറ്റുന്നത്, ഭരണ സംവിധാനത്തിൽ മാറ്റം വരുത്തുക, അതായിരുന്നു ഉദ്ദേശിച്ചത്. ആദ്യഘട്ടത്തിന് അത് പാളി, അഥവാ ഇസ്രായേലിൻ്റെ രഹസ്യം ചോർന്നു എന്ന് ചുരുക്കം. മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ആക്രമണം വരാനുണ്ട് എന്നുള്ള വിവരം ഇറാന് മുൻകൂട്ടി ലഭ്യമായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ സുരക്ഷ ഒരുക്കുകയും അതേപോലെ തന്നെ നേതൃത്വ സ്ഥാനത്തുള്ളവരെ വ്യത്യസ്ത മേഖലയിലേക്ക് മാറ്റുകയും ചെയ്തു. അതിനുശേഷമാണ് ആക്രമണം നടന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇപ്പോഴത്തെ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് മേഖല വല്ലാത്ത രീതിയിൽ ജാഗരൂകരായി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനം നടത്തിയിട്ടുണ്ട്. അപ്പാടെ എല്ലാവിധ വ്യോമത്താവളങ്ങളും അടിച്ചു. അത് സൗദിയുടേതും ഖത്തറിൻ്റേതും ഒമാൻ്റേതും ബഹ്റിൻ്റേതും എല്ലാം റിപ്പോർട്ട് ചെയ്തു. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് 6 രാജ്യങ്ങളിൽ, ഒമാൻ ഒഴിച്ച് ബാക്കിയുള്ള 5 രാജ്യങ്ങളിൽ സ്ഫോടനം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അഥവാ സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, UAE, ഈ കുവൈറ്റിലൊക്കെ വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ നടന്ന ശബ്ദം കേട്ടതായിരിക്കുന്ന റിപ്പോർട്ടൊന്നും അവിടെ നിൽക്കുന്ന പല മലയാളികളും അതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് ചാനലുകൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് ഖത്തറിൻ്റെ വന്നിട്ടുണ്ട്, UAEയുടെ വന്നിട്ടുണ്ട്, ഖത്തറിൻ്റെ വന്നിട്ടുണ്ട്, ബഹ്റിൻ്റെ വന്നിട്ടുണ്ട്, കുവൈത്തിൻ്റെ വന്നിട്ടുണ്ട്, UAEയുടെ വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു വീഡിയോ പുറത്ത് ഇറങ്ങിയതായിരിക്കുന്ന റിപ്പോർട്ട് വന്നിട്ടില്ല. പക്ഷേ അവിടെ ഈ സംഭവം നടന്നതായിരിക്കുന്ന സ്ഥിരീകരിച്ച റിപ്പോർട്ട് വന്നിട്ടുണ്ട് എന്ന് ചുരുക്കം. അഥവാ സർവ്വ മേഖല, ഗൾഫ് മേഖലക്കപ്പുറം ഇപ്പോൾ അത് ജോർദാനെ സംബന്ധിച്ചിടത്തോളം ജോർദാൻ ഇറാൻ്റെ ലക്ഷ്യ കേന്ദ്രമാണ് ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട്. കാര്യം ആദ്യഘട്ടത്തിൽ ഇസ്രായേലിനെ ആക്രമിച്ചിരുന്നു ഇറാൻ. ആ സമയത്ത് 300ഓളം മിസൈലുകൾ ഇസ്രായേലിലേക്ക് വിട്ടിരുന്നു. 100-ലധികം മിസൈലുകൾ ജോർദാൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് അവരത് പ്രതിരോധിക്കുകയും തകർക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ ആക്രമണത്തെ പ്രതിരോധിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായാൽ, അതായത് ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയത്ത് പ്രതിരോധിക്കുന്ന സംവിധാനം ഉണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങളെ ശത്രുവായിട്ട് കാണുകയും ആ രീതിയിൽ തങ്ങൾ തിരിച്ചടിക്കുകയും ചെയ്യും എന്നൊരു മുന്നറിയിപ്പ് അതിനോടനുബന്ധിച്ച് നൽകിയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏറെക്കുറെ അതുകൊണ്ടായിരിക്കാം എന്ന് പറയുന്നു. എന്നാൽ ഇറാഖുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, അതായത് ജോർദാനിലും ഇറാഖിലും കയറി. അപ്പോൾ 6ഉം 5ഉം 2ഉം 7 രാജ്യത്ത് ഇപ്പം നിലവിൽ അറിയപ്പെടുന്ന രീതിയിൽ സ്ഫോടനം നടന്നു. 8 പിന്നെ ഇസ്രായേലാണ്. ഇറാൻ 8 രാജ്യത്തെ ഒരേ സമയത്ത് ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. ഭരണമാറ്റം എന്ന് പറയുന്നൊരു സംവിധാനമോ ഭരണം വീഴുന്നൊരു സംവിധാനം ഉണ്ടായാൽ മാരകമായിരിക്കുന്ന പ്രശ്നങ്ങളും വിഷയങ്ങളും രക്തച്ചൊരിച്ചിലും ഈ മേഖല ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആണവായുധമുള്ള രാജ്യമായിട്ട് തന്നെ ഇസ്രായേൽ ഇറാൻ ആവർത്തിച്ച് പറയുന്നു, അത്തരമൊരു സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടേണ്ട കാര്യമാണ്. അങ്ങനത്തെ ഒരു വിഷയം നിലനിൽക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പുറത്ത് വന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന സമയത്ത് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ രീതിയിൽ ആദ്യം ആക്രമിച്ചു ഇറാൻ്റെ തലസ്ഥാന നഗരി കേന്ദ്രീകരിച്ചുകൊണ്ട് പറയപ്പെട്ട 3 മുതൽ 30 വരെ 3 സ്ഥിരീകരിച്ചു. പിന്നീട് 6 സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ബാക്കിയുള്ളത് സ്ഥിരീകരിക്കപ്പെടാത്തതാണ്. വലിയ ശക്തവും വലിയ സ്ഫോടനവും വലിയ ശബ്ദവും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇറാൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കുക എന്നുള്ളത് അവർ ലക്ഷ്യം വെച്ച രീതിയിൽ തന്നെ ചെയ്തു. പക്ഷേ ലക്ഷ്യം പാളി എന്നുള്ളതാണ്.
അപ്പോൾ തിരിച്ചടിയെ സംബന്ധിച്ചിടത്തോളം ഭരണം വീഴുന്നൊരു സ്ഥിതി വിശേഷം വന്നാൽ നിസ്സാരമായ രീതിയിൽ അത് അവസാനിക്കില്ല, മാരകമായിരിക്കുന്ന ആക്രമ പരമ്പര പെരുമഴ പെയ്യും എന്നുള്ളതാണ്. ഇപ്പം തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്ത രീതിയിൽ ഭയവിഹ്വലരായി നിൽക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ലക്ഷ്യം അറേബ്യൻ കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പൽ അബ്രഹാം ലിങ്കൺ കപ്പൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണെന്ന് പറയുന്നു. ഇതിനിടയിൽ ഒരു സ്ഫോടനം നടന്നതായിരിക്കും പറയുന്നു. പക്ഷേ രണ്ട് കൂട്ടർ അത് സ്ഥിരീകരിക്കപ്പെട്ടില്ല. പ്രാദേശിക ചാനലൊക്കെ അത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഈ മേഖലയിൽ കൂടി അക്രമം വ്യാപിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അഥവാ നാശം കണ്ട ശേഷം മാത്രമേ അടങ്ങൂ എന്നുള്ളതാണ്. തങ്ങളുടെ പരമാധികാര രാജ്യത്തിന് നേരെ ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാജ്യം ആക്രമിച്ചിരിക്കുന്നു. അത് മൗനം പാലിച്ച് നിൽക്കാൻ വേണ്ടി സാധിക്കുകയില്ല. തിരിച്ചടി ഉറപ്പായിട്ടും ഉണ്ടാവും, അതിൽ യാതൊരു സന്ദേഹവുമില്ല എന്ന കാര്യമാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തു വരുന്നത്. സംയുക്തമായ രീതിയിലും ഏകോപനത്തോടുകൂടിയും ശക്തമായ രീതിയിലും ശത്രുവിനെ ഇല്ലാതാക്കുകയും ശത്രു നേരെ തിരിച്ചടി നൽകുകയും ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും ഇറാൻ അത് ചെയ്തിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോരോ പത്രസമ്മേളനം അല്ലെങ്കിൽ വിശദീകരണം ഇറാൻ്റെ ഭരണ നേതൃത്വത്തിലുള്ളവർ അവസാനിപ്പിക്കുന്നത്.